ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നിലമ്പൂർ നഗരസഭയിലേക്കുള്ള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം നിലച്ചതോടെ അടിയന്തര ഇടപെടൽ നടത്തി നിലമ്പൂർ നഗരസഭ. വെള്ളം വേഗത്തിൽ എത്തിക്കാൻ നടപടി തുടങ്ങിയെന്ന് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അറിയിച്ചു. മേഖലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് വാട്ടർ അതോറിറ്റി കണക്ഷനെയാണ്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ നഗരസഭാ കൗൺസിലർമാർ നിലമ്പൂർ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി ചർച്ച നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ നടപടി വേഗത്തിലാക്കിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാർ പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ചെളിയും മണ്ണും നിറഞ്ഞ് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിലെ 3 മോട്ടോറുകൾ തകരാറിലായതിനെ തുടർന്നാണ് ജലവിതരണം നിലച്ചത്. പമ്പ് ഹൗസുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും ഉൾപ്പെടെ നീക്കാനും മോട്ടോറുകൾ നന്നാക്കാനുമുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. മോട്ടോർ തകരാർ മൂലമാണ് ജലവിതരണം നടത്താൻ കഴിയാത്തതെന്നും അധികൃതർ പറഞ്ഞു. കുടിവെള്ളത്തിന് അടിയന്തര ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ടാങ്കർ ലോറിയുമായി എത്തിയാൽ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്ത വെള്ളം കൊണ്ടുപോകാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും നഗരസഭ വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു. തീവ്രമായിട്ട് വെള്ളം വന്നതിന്റെ അടിസ്ഥാനത്തിൽ 3 മോട്ടറുകളും കേടുവന്നിട്ടുണ്ട്, മണലടിഞ്ഞിട്ട്. അതുപോലെ തന്നെ കിണർ ഒരു സൈഡ് ഇടിഞ്ഞത് കൊണ്ട് കിണറിൽ നിറച്ച് ചളി നിറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന് വെള്ളം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. എന്തായാലും ഇന്ന് അടിയന്തരമായിട്ട് ആളുകൾ വന്ന് അതിൻ്റെ പണി തുടങ്ങുന്നുണ്ട്. 5 ദിവസത്തിൻ്റെ ഉള്ളിൽ പണി കഴിഞ്ഞ് വെള്ളം അടിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഉറപ്പ് വന്നിട്ടുള്ളത്. അതിൻ്റെ പുറമെ അവർ തന്നൊരു ഉറപ്പ് എന്ന് പറഞ്ഞത് ഇവിടെ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്ത വെള്ളമുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളം അവർ സപ്ലൈ ചെയ്യാൻ തയ്യാറാണ്. ടാങ്കർ ലോറി വന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ വെള്ളം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് സപ്ലൈ ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. 2018-ലും 19-ലും ചാലിയാർ പുഴയിൽ പ്രളയത്തിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായ സമയത്തും കുടിവെള്ള വിതരണം ദിവസങ്ങളോളം നിലച്ചിരുന്നു. ഈ പമ്പ് ഹൗസുകളിൽ നിന്നാണ് അമരമ്പലം പഞ്ചായത്തിലേക്കും കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. ജലവിതരണം വേഗത്തിൽ തന്നെ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വാട്ടർ അതോറിറ്റി AE സമീർ പറഞ്ഞു. A+ വിഷൻ, നിലമ്പൂർ. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.